വാട്സ്ആപ്പ് ഗൈസ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. അതായത് ജെജെക്കയുടെ സീസൺ 3 റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ജെജെക്കയുടെ സീസൺ 3 പറയാൻ പോകുന്ന കള്ളിംഗ് ഗെയിംസ് എന്താണ്, കള്ളിംഗ് ഗെയിംസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്. നിങ്ങളൊരു മാങ്ക റീഡർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് കൺഫ്യൂസിംഗ് പാർട്ട് ഇൻ ദിസ് എൻറ്റയർ സീരീസ്. സോ അത് വളരെ സിമ്പിൾ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എടുത്ത് പറഞ്ഞു തരാനായിട്ട് പോകുന്നു. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല റൂട്ട്സും തെറ്റി പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ആനിമി കാണാൻ പോകുന്ന ഒരാളാണെങ്കിൽ, മാങ്ക വായിച്ച് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, ഇനി മാങ്ക വായിക്കുന്ന ഒരാളാണെങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ കാണാമെന്നാണ് കാര്യം. ദിസ് ഇസ് കംപ്ലീറ്റ്ലി സ്പോയിലർ ഫ്രീ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു ലൈക്ക് തന്നേക്കുക. പിന്നെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ കള്ളിംഗ് ഗെയിംസ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ കള്ളിംഗ് ഗെയിംസ് എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ റോയൽ ആണ്. വെറും ഒരു ബാറ്റിൽ റോയൽ അല്ല, ഒരു ഫോഴ്സ്ഡ് ബാറ്റിൽ റോയൽ. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കെഞ്ചാക്കോ ആണ്. അതായത് ഗെറ്റോയുടെ ശരീരത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു സോഴ്സറാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുള്ള പ്ലേയേഴ്സ് ബാക്കിയുള്ളവരെ കൊന്നുകൊണ്ട് പോയിന്റ്സ് നേടിക്കൊണ്ട് മുന്നേറണം. ഇതാണ് അതിന്റെ ബേസിക് ഉള്ള ഒരു കൺസെപ്റ്റ്. നിങ്ങൾ നമ്മുടെ ഹങ്കർ ഗെയിംസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹങ്കർ ഗെയിംസിനുള്ള കുറച്ചുകൂടെ സൂപ്പർ പവേഴ്സും അതിനുള്ള കുറച്ച് കേഴ്സും എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഗെയിമാണ് കള്ളിംഗ് ഗെയിംസ്. ഇനി ഇതിന്റെ റൂൾസിലേക്ക് വരാം. പ്രധാനമായി 8 റൂൾസും പിന്നെ 2 ന്യൂ റൂൾസും അതേപോലെ ഒരു ബാരിയർ റൂളുമാണ് മെയിൻലി ഇതിനുള്ളത്. സോ അത് ഈച്ച് ആൻഡ് ഇവർ റൂൾ വളരെ സിമ്പിൾ ആയിട്ട് ഓരോന്നോരോന്നിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് റൂൾ ഇതാണ്. After awakening a curse technique, player must declare their participation in the culling games at a barrier of their choice within 19 days. ഈ ആഫ്റ്റർ അവേക്കനിങ് എ കേഴ്സ് ടെക്നിക് എന്ന് പറഞ്ഞത് സീസൺ 2 അവസാനം നമ്മുടെ കെഞ്ചാക്കു കാരണം കുറച്ചധികം പുതിയ സോഴ്സസ് ഒക്കെ ജനനം കൊണ്ടിട്ടുണ്ട്. അതായത് പലർക്കും കേസ് ടെക്നിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അവരാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ 19 ദിവസത്തിന് മുമ്പ് ഈ ഗെയിമിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ചേർന്നാൽ പോരെ. അത് അടുത്ത റൂൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ റൂൾ നമ്പർ 2, എനി പ്ലെയർ ഹു ബ്രേക്ക് ദ പ്രീവിയസ് റൂൾ ഷാൽ ബി സബ്ജക്റ്റഡ് ടു കേഴ്സ് ടെക്നിക് റിമൂവൽ. സോ ഈ റൂൾ പറയുന്നത് നമ്മുടെ മോളത്തെ റൂൾ ഫോളോ ചെയ്ത് എല്ലാവരും തന്നെ ഫോഴ്സ്ഫുള്ളി അവരുടെ കേഴ്സ് ടെക്നിക് റിമൂവ് ചെയ്ത് കളയുമെന്നാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കും എങ്കിലും കുഴപ്പമില്ലല്ലോ, എന്റെ ടെക്നിക്ക് മാത്രമേ പോകത്തുള്ളൂ, ഞാനിപ്പോഴും ജീവനോടെ കാണത്തില്ലേ. പക്ഷേ അതങ്ങനെയല്ല. ഈ കേഴ്സ് ടെക്നിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവനോട് ഒരു അംശം തന്നെയാണ്. സോ അത് ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ യൂസർ മരിക്കും എന്നാണ് അർത്ഥം. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണമെന്നുള്ള റൂളാണ് ആദ്യത്തെ 2 റൂളിലൂടെ കെഞ്ചാക്കു പറയുന്നത്. ഇനി മൂന്നാമത്തെ റൂളിലേക്ക് പോകാം. എ നോൺ പ്ലെയർ ഹു എൻറ്റേഴ്സ് ദി ബാരിയർ ബിക്കം പ്ലെയർ അറ്റ് ദ മൊമെന്റ് ഓഫ് എൻട്രി ആൻഡ് ഷാൽ ബി കൺസിഡേർഡ് ടു ഹാവ് എ ഡിക്ലെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി കള്ളിംഗ് ഗെയിംസ്. ചുരുക്കം പറഞ്ഞാൽ ഒരു നോൺ പ്ലെയർ ആ ബാരിയറിന്റെ അടുത്തേക്ക് അങ്ങനെ ചെന്ന് അതിൻ്റെ അകത്തേക്കൊന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവരൊരു പ്ലെയർ ആയിട്ട് കണക്കാക്കുന്നതായിരിക്കും ഈ ഒരു ഗെയിമിൻ്റെ അകത്ത്. ചുരുക്കം പറഞ്ഞാൽ ഈ നോൺ പ്ലേയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹ്യൂമൻസിനാണ്, നോർമൽ ഹ്യൂമൻസിനാണ്. അവരുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി റൂൾ നമ്പർ 4, ഇത് വളരെ ബേസിക് ആയ റൂളാണ്. പ്ലേയേഴ്സ് സ്കോർ പോയിന്റ് ബൈ എൻഡിങ് ദ ലൈവ്സ് ഓഫ് അതർ പ്ലേയേഴ്സ്. അതായത് ഒരാൾ മറ്റൊരാളെ കൊന്നാലേ അവിടെ അവർക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ അവർക്ക് പോയിന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ലേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇനി ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നെക്സ്റ്റ് റൂൾ. സോ റൂൾ നമ്പർ 5, പോയിന്റ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഗെയിം മാസ്റ്റർ ആൻഡ് ഇൻഡിക്കേറ്റ് ദി വാല്യൂ ഓഫ് എ പ്ലേയേഴ്സ് ലൈഫ്. അതേപോലെ തന്നെ ആസ് എ ജനറൽ റൂൾ സോഴ്സേഴ്സ് ആർ വർത്ത് 5 പോയിന്റ് ആൻഡ് നോൺ സോഴ്സേഴ്സ് ആർ വർത്ത് 1 പോയിന്റ്. ചുരുക്കം പറഞ്ഞാൽ ഓരോ പ്ലേയേഴ്സിനും അവരുടേതായ ഒരു വാല്യൂ ഉണ്ട്, അതാണ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഗെയിം മാസ്റ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സറിന് 5 പോയിന്റും ഒരു നോൺ സോഴ്സറിന് 1 പോയിന്റാണുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ബേസിക് ഉള്ള ഒരു സോഴ്സറിന് 5 പോയിന്റ്സും പിന്നെ ഒരു ഹ്യൂമൻ ബീന് 1 പോയിന്റുമാണുള്ളത്. അതാണ് ഈ 2 റൂളിന് മെയിൻലി പറയുന്നത്. ഇനിയാണ് നമ്മുടെ 6ാമത്തെ റൂൾ. എക്സ്ക്ലൂഡിംഗ് ദ പോയിന്റ് വാല്യൂ ഓഫ് എൻ പ്ലേയേഴ്സ് ഓൺ ലൈഫ്, player may expend 100 points to negotiate with the game master to add 1 rule to the culling games. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ 100 പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഗെയിം മാസ്റ്ററിന് കൊടുത്തുകൊണ്ട് കള്ളിംഗ് ഗെയിംസിലേക്ക് ഒരു പുതിയ റൂൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ആഡ് ചെയ്യുന്ന റൂൾ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ നല്ല റൂളാണെങ്കിലും ബാക്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്, അത് നെക്സ്റ്റ് റൂളിൽ പറഞ്ഞു തരാം. സോ 7ാമത്തെ റൂൾ. In accordance with the previous rule, the game master must accept any proposed new rule unless it has a marked and long-lasting effect on the culling games. ചുരുക്കം പറഞ്ഞാൽ
നേരത്തെ പ്രീവിയസ് റൂൾ വെച്ച് നോക്കാൻ നേരത്ത് ഗെയിം മാസ്റ്റർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു റൂള് നിലവിൽ വരത്തുള്ളൂ. ആ റൂള് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ആ റൂളിന് നമ്മുടെ കള്ളിങ് ഗെയിംസുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ 100 പോയിന്റ് ഉണ്ട്. ആ 100 പോയിന്റുമായിട്ട് നിങ്ങൾ ഗെയിം മാസ്റ്ററിലേക്ക് പോയിട്ട് പറയുവാണ് ഈ 100 പോയിന്റ് വെച്ചോളൂ, എന്നിട്ട് കള്ളിങ് ഗെയിംസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയും അതാണ് എൻ്റെ അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സിമ്പിളായിട്ട് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിന് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള റൂൾ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അതവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 2 റൂൾസ് ആണ് 9ഉം 10ഉം. സോ നെക്സ്റ്റ് റൂളിലേക്ക് പോവാം. 8ാമത്തെ റൂൾ. ഇഫ് എ പ്ലെയർ സ്കോർസ് റിമൈനിങ് ദി സെയിം ഫോർ 19 days ദി പ്ലെയർ ഷാൽ ബി സബ്ജക്റ്റഡ് ടു കേഴ്സ് ടെക്നിക് റിമൂവൽ. നിങ്ങളിപ്പോൾ ഈ ഗെയിമിൻ്റെ അത് കയറി എന്നിട്ട് നിങ്ങൾ ആരെയും കൊല്ലുന്നില്ല, തൽക്കാലത്തേക്ക് നമുക്ക് ചുമ്മാ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് സർവൈവ് ചെയ്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പരിപാടി നടക്കത്തില്ല. 19 ദിവസത്തിന് മുമ്പ് ഒരാളുടെ, അതായത് ഒരു പ്ലെയറിന്റെ ആ ഒരു പോയിന്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവരെയും നമ്മുടെ ഫോഴ്സ് ആയിട്ട് കേഴ്സ് ടെക്നിക് റിമൂവൽ ചെയ്യുന്നതായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ അവരെയും കൊല്ലുന്നതായിരിക്കും. ഇനിയുള്ളത് 2 ന്യൂ റൂൾസ് ആണ്. ഈ 2 ന്യൂ റൂൾസും ഇതേപോലെ വന്നിട്ട് റൂളാണ്. സോ 9ാമത്തെ റൂൾ ഇതാണ്. പ്ലെയർ ഷാൽ ആക്സസ് ടു ഇൻഫോർമേഷൻ ഓഫ് അതർ പ്ലേയേഴ്സ് സച്ച് ആസ് നെയിം, പോയിന്റ്സ്, നമ്പർ ഓഫ് റൂൾസ് ആഡഡ് ആൻഡ് കറന്റ് കോളനി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ റൂൾ പറയുന്നത് മറ്റൊരു പ്ലെയറിന്റെ നെയിമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിക്കണം, അത് മാത്രമേ ഉള്ളൂ. സോ ഇത് കണ്ടില്ല, ഇത് കള്ളിങ് ഗെയിംസുമായിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത റൂളാണ്, എന്നാൽ ഇൻഫോർമേറ്റീവ് ഉള്ള റൂളാണ്. ഇതാണ് നമ്മുടെ 9ാമത്തെ റൂൾ പറയുന്നത്. ഇനി 10ാമത്തെ റൂൾ. പ്ലെയർ മേ ട്രാൻസ്ഫർ എ നമ്പർ ഓഫ് പോയിന്റ്സ് ടു ദെയർ ചോയ്സ് ടു അനദർ പ്ലെയർ. ഇപ്പോൾ എനിക്ക് 100 പോയിന്റ് ഉണ്ട്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 പേർക്ക് 10 പോയിന്റ്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് സിംപ്ലി 10ാമത്തെ റൂൾ പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയുള്ള 10 റൂൾസ്. 8 റൂൾസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നെ 2 ന്യൂ റൂൾസ് ആയിട്ട് വന്നതാണ്. ഇനി ഒരു ബാരിയർ റൂൾ കൂടെ ഉണ്ട്. വെൻ എ പ്ലെയർ പാസസ് ത്രൂ എ കള്ളിങ് ഗെയിം ബാരിയർ ദി ഗെയിം റാൻഡംലി ട്രാൻസ്ഫർ ദാറ്റ് പ്ലെയർ ടു വൺ ഓഫ് ദി 9 പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ലൊക്കേഷൻ. അതായത് ഈ കള്ളിങ് ഗെയിംസിന്റെ ബാരിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന പ്രീ എസ്റ്റാബ്ലിഷ് ആയുള്ള കുറച്ച് ലൊക്കേഷൻ ഉണ്ട്, അവിടേക്ക് അവർ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മുടെ കള്ളിങ് ഗെയിംസിനകത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. കേൾക്കാൻ നേരത്ത് അത്ര സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് മാങ്ക വായിച്ചവർക്ക് അറിയാവുന്നതാണ്. ഇത് ഓരോ മാങ്ക പാനൽസിന്റെ ഇടക്കിടക്ക് വരാൻ നേരത്ത് നമ്മൾ ടോട്ടലി കൺഫ്യൂസിംഗ് ആയുള്ള ഒരു എലമെന്റ് ആണ്. സോ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ JJK സീസൺ 3 കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലീൻ ആൻഡ് ക്വയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതായിരിക്കും. സോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.